ടീച്ചേഴ്സ് നാടൻ രുചികൾ. ഇന്ന് നമ്മൾ ഒരു മീൻ പൊള്ളിച്ചതാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് മത്തിമീൻ പൊള്ളിച്ചതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റിവ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഒരു മീൻ പൊള്ളിച്ചതും കൂടി തയ്യാറാക്കാമെന്ന്. ഇത് തിലാപ്പിയാണ്, നമ്മൾ മലയാളത്തിൽ സിലോപ്പിയ എന്നാണ് പറയണേ. അപ്പം നമുക്ക് ഇതുകൊണ്ട് മീൻ പൊള്ളിച്ചത് റെഡിയാക്കാം. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള 2 സിലോപ്പിയ മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വരയിട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പം മീൻ ഞാൻ ഇതുപോലെ വരയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മസാല മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞ് ചേർക്കാം. ഈ നാരങ്ങ നീരിൽ ഈ മസാലയൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, കൂടുതൽ വെള്ളമൊന്നും ചേർക്കണ്ട. കൈകൊണ്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊന്നും ഈ മീനിലൊന്ന് പുരട്ടിയെടുക്കാം, നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മീൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. പാൻ ചൂടാക്കി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഇതിലേക്ക് എടുത്ത് വെച്ചൊന്ന് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് വെന്ത് വന്നാൽ മതി, അധികം വല്ലാതെ അങ്ങോട്ട് ഡ്രൈ ആക്കി കളയണ്ട. ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. 2 വശം മറിച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മീനൊന്ന് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കുന്നതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഇവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മീനിൻ്റെ ഒരു വശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് വെളിച്ചെണ്ണയാണ്, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാണല്ലോ മീൻ വറുത്തത്. അപ്പോൾ ഈ എണ്ണ ഇനി മാറ്റേണ്ട ആവശ്യമില്ല. ഈ എണ്ണയിലേക്ക് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. മീൻ പൊള്ളിക്കുന്നതിന് ചുവന്നുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. നമ്മൾ സവാള ചേർക്കുമ്പോൾ അത് നല്ലൊരു മധുരം ടേസ്റ്റായി പോവും. അപ്പോൾ മീൻ പൊള്ളിക്കുമ്പോൾ ചുവന്നുള്ളി ചേർക്കാം. ഇതിപ്പോൾ ഒരു 2 മീൻ അധികം വലുതായതുകൊണ്ട് ഞാൻ അത്യാവശ്യം കൂടുതൽ എമൗണ്ടിൽ തന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലേക്കിട്ട് വഴറ്റിയെടുക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ചേർക്കാം. ഇനി ഉള്ളി പെട്ടെന്ന് വഴന്നു വരുന്നതിനാണ് ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇത് വലുതായതുകൊണ്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടി ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് കൂടി ചേർക്കാം. ഇനി തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് നമ്മുടെ മീൻ ആവശ്യമായിട്ടുള്ള പുളി ചേർക്കാം. ഇത് 2 വലിയ പീസ് കുടംപുളിയുണ്ട്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. ഇതും കൂടി ഈ മിക്സിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം. അതിനുശേഷം നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മസാലയൊക്കെ ചേർക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഇനി പച്ചമുളകും കുരുമുളക് പൊടിയും ചേർത്തിട്ടുള്ളതുകൊണ്ട് മുളക് പൊടിയൊന്നും ചേർക്കണ്ട. കുറച്ചൊരു മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ മസാല നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 2-3 നുള്ള് ഉലുവയുടെ പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇനി ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തീയൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇലയൊന്ന് വാട്ടിയെടുക്കാം. ഇത് മീനൊന്ന് പൊതിഞ്ഞെടുക്കുന്നതിന് ഇല വാട്ടിയെടുത്തിട്ട് വേണം പൊതിയാൻ, ഇല്ലെങ്കിൽ ഇത് കീറിപ്പോവും.
ഇപ്പോൾ ഇല നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയും മീനും കൂടി ഇലയിൽ വെച്ചൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇലയുടെ അടിവശത്തിന് കട്ടി കിട്ടുന്നതിന് ഇതുപോലെ ഒരു ചെറിയ ഇലയും കൂടി ഞാൻ വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ മീൻ വയ്ക്കാൻ പോകുന്നത്. അതിനാദ്യം തന്നെ ഒരു ലെയർ മസാല നമുക്ക് ഇലയിലൊന്ന് ഇട്ട് കൊടുക്കാം. കാരണം ഇതിൻ്റെ അടിവശത്തേക്ക് കുറച്ച് മസാലയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള മസാലയ്ക്ക് നല്ല എരിവുണ്ട്. മുളകും പച്ചമുളകും കുരുമുളക് പൊടിയുടെ എരിവും നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു കുറച്ച് മസാലയും കൂടെ മുകളിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി മസാല ഇതുപോലെ ഇതിൻ്റെ അകത്തേക്കൊന്ന് കുറച്ച് ഉൾവശത്തേക്കും കൂടി കയറ്റി വയ്ക്കാം. അപ്പോഴായിരിക്കും ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. ഇനി ഇതുപോലെ രണ്ട് വശവും ചേർത്തിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. ഇപ്പോൾ രണ്ട് മീനും ഇലയിൽ ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാനിലേക്ക് ഇട്ടൊന്ന് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അടിവശം കുറച്ചൊക്കെ ഡാമേജ് ആയതാണ്. കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഇലയിലല്ല ചുടുന്നത്. അതുകൊണ്ട് അതിനകത്തേക്ക് ഒരു ഇല പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ പൊതിഞ്ഞത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കും. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം ഒരു വശം ഒന്ന് ചൂടായി കഴിയുമ്പോൾ തിരിച്ചും മറിച്ചും വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു വശം പതുക്കി ഒന്ന് വെന്ത വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. രണ്ട് ഇല വെച്ചിട്ടുള്ളത് കൊണ്ട് അടിവശം അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞൊന്നും പോവില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ പൊതിയൊന്ന് തുറക്കാം. ഇനി നമുക്ക് മീൻ പൊള്ളിച്ചതൊന്ന് ഓപ്പൺ ചെയ്യാം. നല്ല സൂപ്പറായിട്ട് നല്ല ആവി പറക്കുന്ന നമ്മുടെ നല്ല അടിപൊളി മീൻ പൊള്ളിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് തുറന്ന് കാണിക്കാം. ഒരു പീസ് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള മസാലയൊക്കെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള ആവി പറക്കുന്ന നമ്മുടെ സൂപ്പർ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.